കോസ്റ്റ്യൂം ആണെങ്കിലും എന്റെ വൈഫാണ് ചെയ്തത്. വളരെ യൂണീക്ക് ആയിട്ടുള്ള കോസ്റ്റ്യൂം. എല്ലാവരും ഏറ്റെടുത്ത ഒരു കോസ്റ്റ്യൂം ആയിരുന്നു. അടുത്ത റീക്കും എന്തെങ്കിലും ചേച്ചി കൊണ്ടുവരില്ലേ? ഇതിന്റെ സ്ക്രിപ്റ്റ് ഞാൻ കേട്ടതാണ്. ആ സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഞാൻ മനസ്സിലൊരു ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണോ ഇതിന്റെ ബഡ്ജറ്റ് എന്നറിയില്ല. ഞാൻ ഇതുവരെ എന്നെ പോലും കാണാത്ത രീതിയിലുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് ഞാൻ വരുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, വീണ്ടും ഒരു ഷാജി പാപ്പൻ ആകാൻ വേണ്ടി പോകുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട്. സാധാരണഗതിയിൽ നേരത്തെ പറഞ്ഞത് തന്നെയാണ് സത്യം. കാരണം ഇത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സിനിമ തന്നെയാണ്. കാരണം ഞാൻ എവിടെ ചെന്ന് ചോദിച്ചാൽ എവിടെ പോയാലും ഇതെന്റെ എനിക്ക് തോന്നുന്നു 107ാമത്തെ സിനിമയാണ് ആട് 3. അപ്പോ ഇത്രയധികം നല്ല കഥാപാത്രങ്ങൾ, കുറച്ചൊക്കെ നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും എവിടെ ചെന്നാലും പ്രായഭേദമന്യേ ആളുകൾ ചോദിക്കുന്നു ഷാജി പാപ്പ എന്ന് വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതിന് വല്ലാത്തൊരു സന്തോഷമാണ്. മാത്രമല്ല, ഇതിന്റെ ഷൂട്ടിങ്ങിന് നമ്മൾ പോകുന്ന സമയത്ത് ആദ്യം ജയസൂര്യ ഏതാ പടത്തിന്റെ ഷൂട്ടിങ് നമ്മൾ പറയുന്ന ആടെന്ന് പറഞ്ഞ പടം. അടുത്ത തവണ ചെല്ലുമ്പോഴത്തേക്ക് അത് മാറി, സിനാരിയോ മാറിയിട്ട് പാപ്പോ ഷാജി പാപ്പോ എന്ന് പറയും. അത് വളരെ റയറായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഏത് സിനിമയുടെ ഷൂട്ടിങ്ങിന് പോകുമ്പോഴും ഒരുപക്ഷെ സിനിമയുടെ പേരറിയാൻ പറ്റും, ആക്ടറുടെ പേരറിയാൻ പറ്റും, കഥാപാത്രത്തിന്റെ പേര് ഒരിക്കലും അറിയാൻ പറ്റില്ലല്ലോ. പക്ഷെ അത് ആടിന്റെ ഒരു മാത്രം പ്രത്യേകതയാണ്. എവിടെ ചെന്നാലും പേര് വിളിക്കുക എന്നുള്ളത് അതൊരു വല്ലാത്ത കാര്യമാണ്. എപ്പോഴും എനിക്കും ഈ ക്യാരക്ടറിനെ മിസ് ചെയ്യാറുണ്ട്. ഇവര് ഇപ്പൊ എന്ത് ചെയ്യായിരിക്കും, വല്ല ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ ഞാനും അല്ലെങ്കിൽ നല്ല ആഘോഷങ്ങളൊക്കെ ഞാൻ ചിന്തിക്കും എന്ത് ചെയ്യായിരിക്കും, ഡ്രഗ് അടിച്ചിട്ടിരിക്കുകയായിരിക്കും എല്ലാവരും എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവരെ കാണാനുള്ള ആഗ്രഹം എനിക്കുണ്ട്. അതുപോലെ തന്നെ കഥാപാത്രമാകാനുള്ള ഒരു ആഗ്രഹം എന്നിലുണ്ട്. അതൊക്കെ വളരെ റെയറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇതിന്റെ ഒരു എന്താ പറയുക, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പാർട്ട് വരിക, അത് ഫ്ലോപ്പ് ആകുക, അത് സെക്കൻഡ് പാർട്ട് ചിന്തിക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യൻ സിനിമയിൽ വേറൊരു സിനിമയുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓൺലൈനോടാണ് നന്ദി പറയാനുള്ളത്. കാരണം യൂട്യൂബിൽ വന്നതിന് ശേഷമാണ് എല്ലാവരും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഇത് സെക്കൻഡ് പാർട്ട് എന്താ പറയാ ചിന്തിച്ചൂടെ. എനിക്ക് തോന്നുന്നു സാധാരണഗതിയിൽ പടം ഹിറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ആലോചിക്കും സെക്കൻഡ് പാർട്ടിനെ കുറിച്ച്. പരാജയപ്പെട്ട സിനിമയെ കുറിച്ചാണ് എപ്പിസോഡുകൾ നമ്മൾ മറന്നു. പക്ഷെ ആളുകളുടെ റിക്വസ്റ്റ് പ്രകാരം വീണ്ടും നമ്മൾ ചിന്തിപ്പിച്ച ഒരേ ഒരു സിനിമ എനിക്ക് തോന്നുന്നു ആട് 2 ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും. അതൊന്ന്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ മ്യൂസിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിനിമയ്ക്ക്, ഈ അടുത്ത കാലത്ത് ഒരു സിനിമയ്ക്ക് ഇത്രയും അധികം കഥാപാത്രങ്ങളും ആ കഥാപാത്രങ്ങൾക്ക് എല്ലാം ഒരു സ്പെഷ്യൽ മ്യൂസിക് ഉണ്ടാകുക എന്ന് പറയുന്നതും വളരെ റയറായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇതിന്റെ കോസ്റ്റ്യൂം ആണെങ്കിലും എന്റെ വൈഫാണ് ചെയ്തത്. വളരെ യൂണീക്ക് ആയിട്ടുള്ള കോസ്റ്റ്യൂം. എല്ലാവരും ഏറ്റെടുത്ത ഒരു കോസ്റ്റ്യൂം ആയിരുന്നു. അടുത്ത റീക്കും എന്തെങ്കിലും ചേച്ചി കൊണ്ടുവരില്ലേ? അപ്പോ അങ്ങനത്തെ കുറെ അധികം നല്ല ഓർമ്മകൾ, അതുപോലെ തന്നെ കൂടെ അഭിനയിച്ചിട്ടുള്ള സൈജു ആണെങ്കിലും ധർമ്മജനാണെങ്കിലും ഡൂഡാണെങ്കിലും അങ്ങനെ ഒരുപാട് നല്ല മെമ്മറീസ് ആണ് ഞങ്ങൾക്ക് ആടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ. മിഥുന്റെ ഏറ്റവും നല്ലൊരു സ്ക്രിപ്റ്റ് ആയിട്ടാണ് ആട് 2 എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിലും ഗംഭീരമാവട്ടെ ആട് 3 ഞാൻ പ്രാർത്ഥിക്കുന്നു. വിജയ് ബാബുവിന്റെ ഗഡ്സ് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഒരു പരാജയപ്പെട്ട സിനിമ വീണ്ടും കൊണ്ടുവരിക, വിജയിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ചെറിയൊരു കാര്യമില്ല. ആട് 3 എത്തുമ്പോൾ ടൈഗർ ഫിലിം ഹൗസ് ഞങ്ങൾ ഇതുവരെ ഇപ്പോ മങ്കിപ്പെണ്ണാണെങ്കിലും ആടാണെങ്കിലും സൂഫി സുജാത ഒരുപാട് സിനിമകൾ ഞാൻ വിജയമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ഏറ്റവും നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും മുതൽ മുടക്കുള്ള ഒരു സിനിമയിലേക്ക് ഞങ്ങൾ എല്ലാവരും വളരുന്നു എന്നുള്ളതും ഞങ്ങൾക്കും വലിയൊരു സന്തോഷവും അഭിമാനമുള്ള ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും ഈ സിനിമ കാണാൻ വേണ്ടി വരുന്ന എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമ തന്നെയാവട്ടെ. ഈ ചടങ്ങിനെത്തിയ എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. റിവൈൻഡ് ചെയ്തിരിക്കുമ്പോഴത്തേക്ക് റിവൈൻഡ് ചെയ്തതിന്റെ മെമ്മറീസ് പോയത്, ആട് റിലീസായതിന്റെ അന്ന് രാത്രി ഞാനും മിഥുനും വിജയുടെ അനിയൻ വിജയും കൂടെ രാത്രി ഇരുന്നിങ്ങനെ ഇവരുടെ ഗസ്റ്റ് ഹൗസിൽ മേൽപോട്ട് നോക്കി വായം കുറിച്ചിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഭയങ്കര ദുഃഖകരമായിരുന്നു. മിഥുന്റെ മുഖം വാടിയിരിക്കുന്നു. അഫ്കോഴ്സ് ഞങ്ങളുടെ മുഖം വാടി തന്നെയായിരുന്നു. പക്ഷെ എന്റെ ഉള്ളിനുള്ളിൽ എവിടെയോ ഈ പടം ഹിറ്റാണെന്നുള്ളത് 1-2 പേര് പറഞ്ഞിരുന്നു. അപ്പൊ ആ ഒരു ചെറിയ സന്തോഷം എനിക്കുണ്ടായിരുന്നു. പക്ഷെ യാഥാർത്ഥ്യം വിനയ്ക്കും മിഥുനും മാത്രമായിരുന്നു അറിയാൻ പോകുന്നത്. അപ്പൊ ഞാൻ വളരെ ചിരിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇവര് അങ്ങനെ ചിരിക്കുന്നൊന്നുമില്ല. അപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എന്റെ തമാശകൾ അങ്ങനെ വർക്കാവാറില്ല. അപ്പൊ ഞാൻ ചിലപ്പോൾ അത് വർക്കാവാത്തതുകൊണ്ടായിരിക്കും ഇവര് ചിരിക്കാറുള്ളത്. എന്നാലും മിഥുനും വിനയൊക്കെ നല്ല മനസ്സുള്ള ആൾക്കാരാണ്. അവര് ചിലപ്പോഴൊക്കെ ചിരിച്ച് സപ്പോർട്ടൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ
രണ്ടാമത്തെയും മൂന്നാമത്തെയും ദിവസമൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു മൺഡേ വരും. ഈ മൺഡേ ആണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പേടി. സൺഡേക്ക് പിന്നെ കറക്ഷൻ വരും. മൺഡേ ആകുമ്പോഴത്തേക്കും ഏതൊരു ഓൾറെഡി സമയം ഒന്ന് താഴെ ഒരു ഡിപ്പ് വരും. മൺഡേ ഡെഫിനറ്റ്ലി ഡിപ്പ് വന്നു. പിന്നെ അങ്ങോട്ട് ഇപ്പോൾ ഡിപ്പായിരുന്നു, തകർന്നാകെ. പക്ഷെ ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ ആ സിനിമയുടെ മൂന്നാം ഭാഗം ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു വേദിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് ഒരുപാട് സന്തോഷം തരുന്നുണ്ട്. 75 കോടി കളക്ട് ചെയ്ത പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഉറപ്പ്. 100 കോടി കളക്ട് ചെയ്ത പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് മാളികപ്പുറം. പക്ഷേ ഇതിന്റെയൊക്കെ ബഡ്ജറ്റ് ഇത്രയും ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല. മാളികപ്പുറത്തിന്റെ എന്തായാലും ഇല്ലായിരുന്നു. കുറുപ്പിന്റെ എനിക്കറിയില്ല. ഞാൻ 2 സീനിലുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടിയില്ല. ആട് പക്ഷെ ഈ പറഞ്ഞ പോലെ എത്രയാണ് ബഡ്ജറ്റ് എന്നറിയില്ല. പക്ഷെ ഇതിന്റെ സ്ക്രിപ്റ്റ് ഞാൻ കേട്ടതാണ്. ആ സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഞാൻ മനസ്സിലൊരു ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണോ ഇതിന്റെ ബഡ്ജറ്റ് എന്നറിയില്ല. ഞാനും എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഞാനൊരു പടം പ്രൊഡ്യൂസ് ചെയ്തായിരുന്നു. എന്നെ പാർട്ട്ണറാക്കാൻ വേണ്ടി സൺസ് കാണിച്ച തോമസ് തിരുവല്ല, അദ്ദേഹം ഇവിടെ ഉണ്ട്. അപ്പൊ ഈ ആട് 1 പൊട്ടി, അതുകഴിഞ്ഞിട്ട് ആട് 2 വരുന്നു, ആട് 3 നമ്മൾ ചെയ്യാൻ പോകും. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഭരതനാട്യം എന്ന് പറഞ്ഞ പടം ഞാനും തോമസ് ചേട്ടനും കൂടെ ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്തതാണ്. അല്ല, തോമസ് ചേട്ടനും ഞാനും കൂടെ പ്രൊഡ്യൂസ് ചെയ്തതാണ്. അത് ആക്ച്വലി തിയേറ്ററിൽ പൊട്ടി. പക്ഷെ ആട് 1 പൊട്ടിയിട്ട് ആട് 2 വന്നപ്പോൾ അതൊരു ബ്ലോക്ക് ബസ്റ്റർ ആയി. അതൊരു മോട്ടിവേഷനാണ്. ഞങ്ങൾ അതുകൊണ്ട് ഭരതനാട്യം പ്ലാൻ ചെയ്യുകയാണ്. ആ ഒരു വിശ്വാസത്തോടെ ആട് ബ്ലോക്ക് ബസ്റ്റർ ആയ പോലെ ബ്ലോക്ക് ബസ്റ്റർ ആയാലും ചെറിയ രീതിയിലൊക്കെ 3 ആഴ്ച 4 ആഴ്ച ഒരു കുറച്ചൊക്കെ ഫുൾ ഹൗസ് കിട്ടിയാലേ അങ്ങനെ ഒന്ന് ഓടിയാൽ ഒരു സന്തോഷം. അങ്ങനെ ഭരതനാട്യം 2 അതിന്റെ പേര് ഈ വിധത്തിൽ അനൗൺസ് ചെയ്യാം അല്ലെ. ഓണത്തിന്റെ ഇടയ്ക്ക് കുട്ടച്ചടം പോലെ വിലയില്ലല്ലോ, എന്നാൽ പറഞ്ഞേക്കാം. അങ്ങനെയാണെങ്കിൽ ഭരതനാട്യം 2 മോഹിനിയാട്ടം. മോഹിനിയാട്ടമാണ് ഭരതനാട്യം 2വിന്റെ ആണോ? ആ, ഇനി തേർഡ് പാർട്ട് ഉണ്ടാവുകയാണെങ്കിൽ ചേട്ടാ ഇവിടെ രജിസ്റ്റർ വെച്ചാൽ കുച്ചുമുടി. അപ്പൊ അങ്ങനെ ജോക്സ് അപ്പാർട്ട് ഒരുപാട് സന്തോഷമുണ്ട്. ഇതിനകത്തുണ്ട് ഡോണി ഇവിടെ ഇരിപ്പുണ്ട്. ഡോണി പണി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച ആളാണ്. പക്ഷെ നമ്മുടെ ആട് 1 ഉണ്ടായിരുന്നു അദ്ദേഹം. ഒരു ഉഗ്രൻ ക്യാരക്ടർ, വിനായകന്റെ ടീമില് ഡ്യൂഡിന്റെ ടീമിലെ മെമ്പറായിരുന്നു. പണിയിൽ ഒരു ഉഗ്രൻ ക്യാരക്ടർ ചെയ്തു. ഡോണി വീണ്ടും നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ അദ്ദേഹത്തിന് ഭാഗമാകാൻ പറ്റില്ല. പക്ഷെ തേർഡ് പാർട്ടിൽ ഡോണി വീണ്ടും വരുവാണ്. പിന്നെ നമ്മുടെ പാട്ടിലെങ്കിലും ഷാജി പാപ്പ തിരിച്ച് സ്വീകരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എല്ലാവർക്കും നമസ്കാരം. ആട് ആക്ച്വലി എന്റെ ആദ്യത്തെ സിനിമകളിൽ ഒന്നാണ്. ഞാൻ 1983 കഴിഞ്ഞിട്ട് ചെയ്യുന്ന സിനിമയാണ്. അവിടെ നിന്ന് ഇപ്പൊ ഇത്രയും വർഷമായി ഒരുപാട് സിനിമകൾ പ്രൊജക്ട് ചെയ്തു. ആട് ഒരുപാട് വലുതായി ഇപ്പൊ തേർഡ് പാർട്ടിൽ വന്ന് നിൽക്കുന്നത്. 1ഉം 2ഉം കഴിഞ്ഞപ്പോ ഞാൻ വെച്ചിട്ട് 2ഓടെ തീർന്നെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഈ എന്നെ സംബന്ധിച്ച്, എന്റെ കരിയറിനെ സംബന്ധിച്ച് എന്താ പറയാ, ഭയങ്കര എക്സൈറ്റിങ്ങും ഞാൻ ഇതുവരെ എന്നെ പോലും കാണാത്ത രീതിയിലുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് ഞാൻ വരുന്നത്. മേരി ഇപ്രാവശ്യം ചതുപ്പിലായിരിക്കും അല്ലേ? അപ്പം ഐ എം ഓൾസോ വെരി എക്സൈറ്റഡ്. അപ്പം താങ്ക് യു വിജയാണ് ആദ്യം വിളിച്ചു പറയുന്നത്. ഇത് വിജയ് വിളിച്ചു പറഞ്ഞ എക്സൈറ്റ്മെന്റ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അവിടെ മുതൽ ഞാൻ മിഥുൻ എപ്പോഴാണ് വിളിക്കുന്നതെന്ന് വെയിറ്റ് ചെയ്തിട്ടായിരുന്നു. വെരി എക്സൈറ്റഡ്. കാരണം നിങ്ങൾ ഈ ആട് ഡെഫിനറ്റ്ലി സംതിങ് എൽസ് കാണാൻ കാത്തിരുന്നോളൂ.